തിരുവനന്തപുരം സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോം. സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോം തിരുവനന്തപുരം പൂജപ്പുര അതിന്റെ വാതിക്കലാണ്. ഒരു ചെറിയ വഴിയാണെങ്കിൽ ഞാൻ പോയേനെ. ഇല്ല, ഇത് ബുദ്ധിമുട്ടുണ്ടോ? അവിടുത്തെ ഫംഗ്ഷൻ കവർ ചെയ്യാതെ അപ്പൊ ഓസിന്റെ വീഡിയോ എടുക്കാമല്ലോ. ഏത് ജയിൽ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ക്യാമറ കണ്ണൊക്കെ ഉണ്ട്. PWD അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കാര്യാലയം, ജയിൽ കാഫ്റ്റീരിയ, സിക്ക ഹോസ്റ്റൽ, ഇവിടെ നിന്ന് വലത്തോട്ട്. അപ്പൊ നമ്മളിപ്പോ പൂജപ്പുര സെൻട്രൽ ജയിലിന്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. അവിടുത്തെ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയാണ് നമ്മളിനി കാണാൻ പോകുന്നത്. ഇന്നത്തെ പ്രത്യേകത എന്ന് വെച്ചാല് നമ്മളിപ്പോ ഇവിടെ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. ജയിൽ ജീവനക്കാർക്കുള്ളൊരു കലാകായിക മേഖല, സ്പോർട്സ്. അപ്പോൾ അതിന്റെ ന്യൂസ് കവർ ചെയ്യാൻ ഇറങ്ങിയതാണ് നമ്മള്. അപ്പോൾ ഉള്ളിലേക്ക് കയറി അകത്തെ കാഴ്ചകളൊക്കെ കാണാം. കേരള ജയിൽ സബോർഡിനേറ്റ് ഓഫീസേഴ്സ് അസോസിയേഷൻ KJSOA സംസ്ഥാന കമ്മിറ്റി ഓഫീസാണ് ഇക്കാണുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ സെൻട്രൽ പ്രിസൺ വഴി ഇവിടെ എത്തിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ജയിലിനുള്ളിലെ കാഴ്ചകളൊക്കെ കാണാം. എന്താണ് ഗാന്ധി സ്മൃതി വനം, റിക്രിയേഷൻ ഗ്രൗണ്ട്, അപ്പോ സ്പോർട്സ് ഗ്രൗണ്ടിലേക്ക് ഇങ്ങനെ നമ്മൾ നടക്കുകയാണ്. രണ്ട് സൈഡും ഓലൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. 11 മണിക്കാണ് ഇനാഗുറേഷൻ എന്ന് പറഞ്ഞു. കാണാം. അപ്പോ ജയിലിലെ അന്തേവാസികളൊക്കെ സ്പോർട്സിനുള്ള തയ്യാറെടുപ്പിൽ ഗ്രൗണ്ടിലേക്ക് പോവുകയാണ്. കൂടുതൽ കാഴ്ചകളൊക്കെ അവിടെ പോയി കാണാം. ഗാന്ധി സ്മൃതി വനം, ജയിൽ വളപ്പിനുള്ളിലെ ഗാന്ധി സ്മൃതിയാണ്. കളിക്കളം, സെന്റർ ഫോർ സ്പോർട്സ് ആൻഡ് ഗെയിംസ്, തിരുവനന്തപുരം സെൻട്രൽ ജയിൽ സംരംഭം. ഓപ്പൺ ജിം, കേരള പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ്. ഓപ്പൺ ജിം ഉണ്ടല്ലോ. പ്രിസൺസ് അപ്പോ സെൻട്രൽ പ്രിസൺ, കറക്ഷണൽ ഹോം, ജില്ലാ ജയിൽ, വനിതാ ഓപ്പൺ പ്രിസൺ, കറക്ഷണൽ ഹോം, ഫ്രീഡം ഫുഡ് യൂണിറ്റ്, ജയിൽ മാനുഫാക്ചറിംഗ് യൂണിറ്റ്, ഗവൺമെന്റ് പ്രസ്, കേരള ജയിൽ എക്സിക്യൂട്ടീവ്, ഇതൊക്കെ ഇതിനകത്താണ്. ജയിൽ മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഉണ്ട്, ഫ്രീഡം ഫുഡ്, അതൊക്കെ അവത് വഴിയാണ്. ഇതൊക്കെയാണ് സെൻട്രൽ പ്രിസണിലെ വിശേഷങ്ങൾ. നമ്മൾ പല സിനിമകളും കണ്ടിട്ടുള്ള വലിയ മതിലാണിത്. മതിൽ സിനിമയിൽ പണ്ട് നമ്മുടെ ബഷീറിന്റെ കഥ അടിസ്ഥാനമാക്കി മമ്മൂട്ടി അഭിനയിച്ചൊരു സിനിമയുണ്ടല്ലോ, അതിലൊരു മതിലുണ്ട്. ആ മതിലിനെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ മതിൽ. ഓക്കെ, അപ്പൊ അത് ഇവിടെ സെൻട്രൽ ജയിലിൽ കണ്ടപ്പോൾ പ്രേക്ഷകർക്ക് കാണിക്കണമെന്ന് തോന്നി. അതിങ്ങനെ കാണിക്കുന്നു എന്നതാണ് ഈ യാഥാർത്ഥ്യം. ഓക്കെ, അപ്പോ സെൻട്രൽ പ്രിസൺ പൂജപ്പുരയിലെ കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി. അപ്പോൾ സെൻട്രൽ പ്രിസൺ, കറക്ഷണൽ ഹോം, ജില്ലാ ജയിൽ, വനിതാ ഓപ്പൺ പ്രിസൺ, കറക്ഷണൽ ഹോം, ഫ്രീഡം ഫുഡ് യൂണിറ്റ്, ജയിൽ മാനുഫാക്ചറിംഗ്
മാനുഫാക്ചറി യൂണിറ്റ്, ഗവൺമെന്റ് പ്രസ്, കേരള ജയിൽ എക്സിക്യൂട്ടീവ്, ഇതൊക്കെ ഇതിനകത്താണ്. ജയിൽ മാനുഫാക്ചറി യൂണിറ്റ് ഉണ്ട്, ഫ്രീഡം ഫുഡ്, അതൊക്കെ അബുദ വഴിയാണ്. ഇതൊക്കെയാണ് സെൻട്രൽ പ്രിസണിലെ വിശേഷങ്ങൾ. ഈ ഫ്രീഡം ഫുഡ് ഫാക്ടറി ഒക്കെ ഉള്ളിലോട്ടാണ്. നമ്മൾക്കത് സ്പെഷ്യൽ പെർമിഷൻ എടുത്തിട്ട് വേണം ഉള്ളിലെ കാഴ്ചകളൊക്കെ പകർത്താനായിട്ട്. ഇപ്പോൾ സമയ കുറവ് കൊണ്ടും ഇവിടുത്തെ പ്രോഗ്രാം ഷൂട്ട് ചെയ്യാനുള്ളത് കൊണ്ടും മറ്റൊരു ദിവസം ഞാൻ അതിൻ്റെ ഫുള്ള് കാണിക്കാം. ഈ വരുന്ന അടുത്ത ദിവസം വീണ്ടും മന്ത്രി GR അനിൽ ഇത് ഉദ്ഘാടനം, അടുത്ത ഒരു സ്പോർട്സ് മീറ്റ് ഉദ്ഘാടനം ചെയ്യാനായിട്ട് വീണ്ടും സെൻട്രൽ ജയിലിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിനുള്ളിൽ മറ്റ് കാഴ്ചകളൊക്കെ കാണിക്കാൻ ശ്രമിക്കാം, അത് സമയം കിട്ടിയാലും. ഇപ്പോൾ DGP പുള്ളി ഭരണമുണ്ട് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ. അവരുടെ ഈ ജിമ്മും പ്ലേ ഗ്രൗണ്ടും ഉദ്ഘാടനം ചെയ്യാനായിട്ട് DGP എത്തുന്ന കാഴ്ചയാണ്. ഒപ്പം അതിൻ്റെ ഫംഗ്ഷനും ഇതിനോടൊപ്പം ഞാൻ ഇടുന്നുണ്ട്. അവരുടെ പ്രസംഗവും മറ്റു കാര്യങ്ങളും കൂടെ ഇതിനോടൊപ്പം അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ DGP എത്തിയിട്ടുണ്ട് ഉദ്ഘാടനത്തിന്. കുമാർ ഉപാധ്യായ IPS അവർ മാല ഉദ്ഘാടനം ചെയ്യുന്നു. ആരംഭിക്കുകയാണ്. തികച്ചും ഔപചാരികത ഇല്ലാതെ കാര്യങ്ങൾ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. പ്രസൻസ് ആൻഡ് കറക്ഷണൽ സർവീസസിന്റെ ഉദ്യോഗസ്ഥരായിട്ടുള്ള അവർക്കും മറ്റ് ഉദ്യോഗസ്ഥരല്ലാത്ത നമ്മുടെ സുഹൃത്തുക്കൾക്കും എല്ലാം ഇവിടെ വന്നിട്ട് ഫിസിക്കൽ ഫിറ്റ്നസിനും മാനസികമായ എന്റർടൈൻമെന്റിനും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഇവിടെ ഒരു കളിക്കളം രൂപം കൊടുത്തിട്ടുണ്ട്. ഇതിന് സെൻട്രൽ ജയിലിന്റെ മുൻ സൂപ്രണ്ട് ഇപ്പോൾ സൗത്ത് സോൺ DIG-യുമായി ഇരിക്കുന്ന ബഹുമാനപ്പെട്ട സത്യരാജ് സാറാണ് ഒരു വർഷത്തിന് മുമ്പ് ഇവിടെ ഒരു പുണ്യൻ ചരിവായിരുന്നു. അതിന്റെ ടോപ്പോഗ്രാഫി
മനസ്സിലാക്കി അതിനെ ഈ രൂപത്തിൽ ഷേപ്പ് ചെയ്തെടുത്തത്. ഇതിന് പുറകിൽ ഒരു കൂട്ടം ഉദ്യോഗസ്ഥരുടെ കഠിനാധ്വാനവും അന്തേവാസികളുടെ കഠിനാധ്വാനവും ഇതിലുണ്ട്. ഇതിന് ബഹുമാനപ്പെട്ട ഗോപാധ്യക്ഷൻ ബൽറാം കുമാർ ഉപാധ്യായ അവർ ഒരു 6 മാസം മുമ്പ് ഈ പുരോഗതി വർക്കിന്റെ പുരോഗതി വന്ന് കാണുകയും അദ്ദേഹത്തിന്റെ അനുവാദത്തോടുകൂടി 4,60,60,000 ചില്ലാനം രൂപ അദ്ദേഹത്തിന്റെ അധികാരപരിധിയിൽ നിന്ന് നൽകുകയും നമുക്ക് ഓപ്പൺ ജിം ഇവിടെ ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ബാങ്ക് ഓഫ് ബറോഡയുടെ ബഹുമാനപ്പെട്ട അധികാരികൾ, റീജിയണൽ മാനേജറും മറ്റ് ശ്രീധർ സാറും മറ്റുള്ള പ്രധാനപ്പെട്ട ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്ന ബാങ്ക് ഓഫ് ബറോഡ ഉദ്യോഗസ്ഥരും എല്ലാം ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി 5 ലക്ഷം രൂപ അവർ ഓപ്പൺ ജിമ്മും അതുമായി അനുബന്ധിച്ച് നമുക്കൊരു ഡ്രസ്സിംഗ് റൂമിനുള്ള കൺസ്ട്രക്ഷന് വേണ്ടിയുള്ള ഒരു സ്പോൺസർഷിപ്പ് ഉണ്ടായി. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഇതിന്റെ ഒരു പ്രാരംഭ ഘട്ടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമ്മളുടെ പൂർണ്ണ രീതിയിലായിട്ടില്ല. എന്നിരുന്നാലും ഉദ്യോഗസ്ഥരുടെ മനസ്സിനും ശരീരത്തിനും സന്തോഷവും മറ്റും നൽകുന്ന രീതിയിൽ കഴിഞ്ഞ 1 വർഷം മുതൽ നമ്മൾ സ്റ്റേറ്റ് വൈഡും അതിനു മുമ്പ് മേഖലാതലത്തിലും കായിക കലാ മത്സരങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ ഈ വർഷത്തെ മേഖലാ തലത്തിലുള്ള ഉദ്ഘാടനം 16-ാം തീയതി 2 ദിവസം കഴിയുമ്പോൾ ഈ വേദിയിൽ വെച്ച് തന്നെയാണ് ബഹുമാനപ്പെട്ട മന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത്. അതിനു മുമ്പായിട്ട് ഈ കളിക്കളം, അതായത് സ്പോർട്സ് സെന്റർ, അതിന്റെ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. ഈ ചടങ്ങിന് ഇവിടെ എത്തിയിരിക്കുന്ന ഓരോരുത്തരുടെയും പേരെടുത്ത് പറയാൻ സമയം നീണ്ടുപോകും. ബഹുമാനപ്പെട്ട ഉപാധ്യക്ഷന് അടിയന്തരമായി മറ്റ് മീറ്റിംഗുകൾ ഉള്ളതുകൊണ്ട് ഒറ്റ വാക്കിൽ എല്ലാ ഇൻവൈറ്റീസിനെയും ഡിഗ്നറ്റീസിനെയും അതുപോലെ മാധ്യമ സുഹൃത്തുക്കളെയും ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങളോട് 2 വാക്ക് സംസാരിക്കുന്നതിന് മുൻ സെൻട്രൽ ജയിൽ സൂപ്രണ്ടും ഇപ്പോഴത്തെ സബ് സോൺ DIG-യുമായിരിക്കുന്ന സത്യരാജ് സാറിനെ ഞാൻ ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട ജയിൽ വകുപ്പ് മേധാവി ശ്രീ ബൽറാം കുമാർ IPS അവർ, ജയിലാസ്ഥാനകാരിയുടെ DIG ശ്രീ MK വിനോദ്കുമാർ, ബാങ്ക് ഓഫ് ബറോഡ റീജിയണൽ ഹെഡായിട്ടുള്ള ശ്രീനിവാസ സാർ, അതുപോലെ തന്നെ ബാങ്ക് ഓഫ് ബറോഡയുടെ മാനേജർ സ്റ്റാൻലി തമ്പി, ഇവിടെ നമ്മുടെ LGS എഞ്ചിനീയറിംഗ് കോളേജിന്റെ പ്രിൻസിപ്പൽ, റീജിയണൽ വെൽഫെയർ ഓഫീസർ, പ്രോഗ്രാം ഓഫീസർ, ഫൈനാൻസ് ഓഫീസർ, ജയിലിലെ എന്റെ സഹപ്രവർത്തകരെ, സ്നേഹമുള്ള അന്തേവാസികളെ, മാധ്യമ പ്രവർത്തകരെ, നമുക്ക് ഇങ്ങനെ ഒരു കളി സ്ഥലത്തിന്റെ ആവശ്യകത ഏറ്റവും കൂടുതൽ ബോധ്യപ്പെട്ടത് കഴിഞ്ഞ വർഷം 2023 ഡിസംബർ മാസം ജയിൽ ഉദ്യോഗസ്ഥരുടെ സംഘടനകളുടെ കൂടെ ആവശ്യപ്രകാരം സംസ്ഥാന ഗവൺമെന്റ് ആദ്യമായി 56 മുതലുള്ള ജയിൽ വകുപ്പിന്റെ ചരിത്രത്തിൽ ആദ്യമായി ജയിലിലെ ഉദ്യോഗസ്ഥർക്ക് വേണ്ടിയിട്ട് സംസ്ഥാന തലത്തിൽ ഒരു പ്രസന്റ് മീറ്റ് സംഘടിപ്പിക്കാനായിട്ടുള്ള ഭരണാനുമതിയും ഒരു 4 ലക്ഷം രൂപയുടെ സാമ്പത്തിക സഹായവും നൽകിക്കൊണ്ട് ഒരു സ്റ്റേറ്റ് മീറ്റ് നമ്മൾ കണ്ണൂരിൽ സംഘടിപ്പിക്കുകയുണ്ടായി. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ജയിൽ വകുപ്പിലെ ജോലി എന്ന് പറയുന്നത് വളരെ മാനസിക സംഘർഷം സംഭാവന ചെയ്യുന്ന ഒന്നാണ്. എല്ലാ വിഭാഗം ഉദ്യോഗസ്ഥന്മാർക്കും അവരുടെ ജോലിക്കിടയിൽ സന്തോഷവും അതുപോലെ തന്നെ വേദനയും സമ്മാനിക്കും ഒരുപോലെ, അല്ലെങ്കിൽ പോലും പെയിനും പ്ലഷറും ഉണ്ടാകും. നമുക്ക് നമ്മുടെ ജോലിയെ സംബന്ധിച്ച് പെയിനാണ് കൂടുതൽ, പ്ലഷർ വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ സംഘർഷഭരിതമായിട്ടുള്ള രീതിയിൽ മാനസികവും അതുപോലെ തന്നെ അല്ലാത്തതുമായിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള സമ്മർദ്ദങ്ങൾക്ക് അടിപ്പെട്ടിട്ടാണ് ജോലി ചെയ്യേണ്ടി വരുന്നത് എന്നുള്ള യാഥാർത്ഥ്യമാണ്. അപ്പൊ അങ്ങനെ മാനസിക സംഘർഷം ലഘൂകരിക്കണമെങ്കിൽ നമ്മൾ ശാരീരികമായിട്ട് ഫിറ്റായിരിക്കണം എന്നുള്ളതാണ്. സംസ്ഥാന ഗവൺമെന്റും പ്രസന്റ് മീറ്റ് വിഭാവനം ചെയ്യുമ്പോൾ ഇതായിരിക്കണം അവർ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. അപ്പൊ നല്ല ശരീരത്തിൽ മാത്രമേ നല്ല മനസ്സുണ്ടാകൂ എന്നുള്ളതാണ്. നമ്മുടെ ക്യാമ്പസിൽ സെൻട്രൽ ജയിലും ജില്ലാ ജയിലും സ്പെഷ്യൽ സബ് ജയിലും വനിതാ ഓപ്പൺ ജയിലും
DIG ഓഫീസും സിക്കായും അതുപോലെ തന്നെ ജയിൽ ആസ്ഥാന കാര്യാലയവും ഉൾപ്പെടുന്ന പൂജപ്പുരയിലെ പ്രിസൺ കോംപ്ലക്സിൽ ഏകദേശം 600ഓളം ജീവനക്കാരുണ്ട്. സ്ഥിരം ജീവനക്കാർ തന്നെ 500-ലേറെയുണ്ട്. കാഷ്വൽ ആയിട്ട് ജോലി ചെയ്യുന്ന നമ്മുടെ കൊമേഴ്സ്യൽ യൂണിറ്റുകളിലും അതുപോലെ തന്നെ ജയിലിൽ ജോലി ചെയ്യുന്ന വിമുക്ത ഭടന്മാരടക്കം 600-ൽ കൂടുതൽ ആൾക്കാരുണ്ട്. കൂടാതെ 100-ൽ പരം ക്വാർട്ടേഴ്സുകൾ താമസിക്കുന്ന ജീവനക്കാരുടെ കുടുംബാംഗങ്ങളുണ്ട്. അങ്ങനെ ഒരു വലിയ സംഖ്യം ആൾക്കാര് ഈ ക്യാമ്പസിൽ, ഈ 100 ഏക്കറിൽ താഴെ വരുന്ന ഈ ക്യാമ്പസിൽ താമസിക്കുമ്പോ ഇവിടെ അവരുടെ മാനസിക സംഘർഷം കുറയ്ക്കാനോ അല്ലെങ്കിൽ മാനസിക ഉല്ലാസം പ്രദാനം ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള റിക്രിയേഷന് വേണ്ടിയിട്ടുള്ളതോ ഒരു സൗകര്യം ഇല്ല എന്നുള്ളത് വലിയ തിരിച്ചറിവ് നമുക്കുണ്ടായി. അങ്ങനെയാണ് ഈ പറയുന്ന പ്രദേശം, ഇതിന്റെ ടെറയിൽ നോക്കിയാൽ അറിയാം, ഇവിടെ അന്തേവാസികളുടെ അധ്വാനം കൊണ്ട് നമ്മൾ കുറച്ചൊക്കെ മണ്ണൊക്കെ നീക്കം ചെയ്തതിനു ശേഷമാണ് ജയിൽ വകുപ്പ് മേധാവിയെ നമ്മൾ സമീപിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ വന്ന സ്ഥലം കണ്ടതിന് ശേഷം തീരുമാനിക്കാം എന്ന് പറഞ്ഞു. സ്ഥലം വന്ന് കണ്ടൊരു 10-15 മിനിറ്റ് കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഈ ഭൂമിയുടെ കിടപ്പം ഇവിടെ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതും അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു, വെറുതെ പ്രപ്പോസൽ തന്നിട്ട് കാര്യമില്ല, സൈറ്റ് പ്ലാൻ വേണം വിത്ത് ഡയമെൻഷൻ. അപ്പൊ ഞാൻ സന്തജിയില് ഉണ്ടായിരുന്ന ഒരു സിവിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആയ ഉദ്യോഗസ്ഥനെ ഇതിനെ സമീപിച്ചപ്പോ അദ്ദേഹം ഒരു സൈറ്റ് പ്ലാൻ കൊണ്ടുവന്നു, അതിന്റെ ഒരു ഡയമെൻഷൻ കൊണ്ടുവന്നു. അതുപോലെ തന്നെ എന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ പറഞ്ഞു. അപ്പൊ ഇതുമായി DGPയെ ഞാൻ 3 തവണ കണ്ടു. DGP അദ്ദേഹം ബേസിക് ആയിട്ട് ഒരു സിവിൽ എഞ്ചിനീയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്രയ്ക്കൊന്നും ഒന്നുമില്ല. അദ്ദേഹത്തിന് അതിനെ കുറിച്ച് ശരിക്കും ധാരണയുള്ളത് കൊണ്ട് അദ്ദേഹം അതിലാവശ്യമായിട്ടുള്ള ഭേദഗതികൾ നടത്തുകയും 3ാമത് തവണ എന്നോട് പറഞ്ഞു, എന്തിന് നിങ്ങൾ കൂടുതൽ സ്ട്രെയിൻ എടുക്കുന്നത്, യു ആർ ടേക്കിംഗ് സോ മച്ച് സ്ട്രെയിൻ എന്നാണ് എന്നോട് പറഞ്ഞത്. അതിനുശേഷം ഈ ബിടെക് ഗ്രാജുവേറ്റിനെയാണ് അദ്ദേഹത്തിന്റെ DGPയുടെ സമീപത്തിലേക്ക് വിട്ടത്. DGP അത് ആ പ്ലാനിന് അംഗീകാരം നൽകി. ആ എസ്റ്റിമേറ്റിന് ഭരണാനുമതി നൽകാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ലെവലിൽ പരമാവധി ചെയ്യാൻ കഴിയുന്നത് എന്തോ അത് ചെയ്യുകയും 4,75,000 രൂപ ഇതിന് അദ്ദേഹത്തിന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് തന്നെ അനുവദിക്കാൻ വെച്ചു. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിലാണ് നമ്മുടെ ബാങ്ക് ഓഫ് ബറോഡയുടെ റീജിയണൽ ഹെഡ് ആയിട്ടുള്ള ശ്രീജിത്ത് കൊട്ടാരത്തിൽ സാർ, സോണൽ ഹെഡ് ആയിട്ടുള്ള ശ്രീജിത്ത് കൊട്ടാരത്തിൽ സാറ് ലോക പരിസ്ഥിതി ദിനമായ ജൂൺ 5-ന് നമ്മുടെ ക്യാമ്പസിൽ കുറച്ച് മരങ്ങൾ വച്ച് പിടിക്കാനുള്ള ഒരു പരിസ്ഥിതി ദിനാഘോഷത്തിന് ഈ ക്യാമ്പസിലേക്ക് വരുന്നത്. ഞാൻ അവസരം മുതലെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിനെ നമ്മുടെ ഈ സൈറ്റിലേക്ക് കൊണ്ടുവരികയും നമ്മുടെ പരിമിതികളും കാര്യങ്ങളൊക്കെ പറയുകയും അദ്ദേഹം CSR ഫണ്ടിലെ കുറച്ച് പരിമിതി ഉണ്ടെങ്കിൽ പോലും 5 ലക്ഷം രൂപയുടെ സഹായം തരാം എന്ന് സമ്മതിക്കുകയും അത് നമുക്ക് നൽകുകയും ചെയ്തു. അതിന്റെ ഒരു പിൻബലത്തിലാണ് ഇവിടെ ഈ ഓപ്പൺ ജിമ്മും അനുബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. ഇത് പൂർത്തിയായി നമ്മുടെ മനസ്സിലുള്ള പ്ലാൻ അനുസരിച്ചിട്ടുള്ള നിർമ്മാണം പൂർത്തിയാക്കി എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. അതിന്റെ പിന്നിൽ ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുടെ അധ്വാനം ഉണ്ട്, അന്തേവാസികളുടെ അധ്വാനമുണ്ട്, രാപ്പകലില്ലാത്ത അധ്വാനം ഇതിന്റെ പിന്നിലുണ്ട്. ഇതിനൊരു ഡ്രസ്സിംഗ് റൂം വേണം എന്നുള്ളത് കൊണ്ടും ഒരു ടോയ്ലറ്റൊക്കെ വേണമെന്നുള്ളത് ചെറിയ നിർമ്മിതി ചെയ്തിട്ടുണ്ട്. ഈ തരത്തിൽ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്നും അവരെ കടമായും അല്ലാതെയോ ഒക്കെ 3-4 ലക്ഷത്തോളം രൂപ കൂടെ ചെലവഴിച്ചുകൊണ്ടാണ് ഈ രൂപ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ ഉള്ള നന്ദി അറിയിക്കുകയാണ്. ഇത് യാഥാർത്ഥ്യമായി തീർന്നത് തീർച്ചയായിട്ടും ജയിൽ വകുപ്പ് മേധാവി നൽകിയിട്ടുള്ള സമാനതകളില്ലാത്ത ഒരു സഹകരണവും പിന്തുണയുമാണ്. അത് പറയാതിരിക്കാൻ പാടില്ല. അദ്ദേഹം നൽകിയിട്ടുള്ള ഉറച്ച പിന്തുണയും ധൈര്യവുമാണ് നമ്മളെ മുന്നോട്ട് പോകാൻ സഹായിച്ചുള്ളത്. അതുപോലെ തന്നെ ബാങ്ക് ഓഫ് ബറോഡ നൽകിയ സംഭാവനയും ഒരിക്കലും മറക്കാൻ കഴിയില്ല. ബാങ്ക് ഓഫ് ബറോഡ കഴിഞ്ഞ സ്റ്റേറ്റ് പ്രസിഡന്റ് മീറ്റിൽ 3 മേഖലകളുടെ ജീവനക്കാർക്ക് ഉള്ള ജേഴ്സി അടക്കം അവർ സ്പോൺസർ ചെയ്തിട്ടാണ് ടൂർണമെന്റ് മീറ്റ് വിജയകരമായി നമുക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത്തവണയും ഞങ്ങൾ മേഖലാ മീറ്റ് ഈ മാസം 17 മുതലും അതുപോലെ തന്നെ സംസ്ഥാന മീറ്റ് ഡിസംബർ 22 മുതലും
തിരുവനന്തപുരത്ത് വെച്ച് നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ആ സ്റ്റേറ്റ് പ്രസന്റ് മീറ്റിന്റെ ജേഴ്സിയൊക്കെ സംഭാവന ചെയ്യാൻ തയ്യാറാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ തരത്തിൽ നമ്മളെ നിർലോഭമായി സഹായിച്ചുകൊണ്ടിരിക്കുന്ന ബാങ്ക് ഓഫ് ബറോഡയുടെ സോണൽ ഹെഡും റീജിയണൽ ഹെഡും അതുപോലെ ബന്ധപ്പെട്ട എല്ലാ ബാങ്ക് ഉദ്യോഗസ്ഥർക്കുമുള്ള നന്ദിയും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഈ ചടങ്ങ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ജയിൽ വകുപ്പ് മേധാവിയെ ഞാൻ സാദരം ബഹുമാനത്തോടു കൂടി ക്ഷണിക്കുകയാണ്. ഇവിടെ നമ്മളൊരു പ്രദർശന മാച്ചിന്റെ ഉദ്ഘാടനമുണ്ട്. നമ്മുടെ ട്രെയിനിങ് സെന്ററിൽ പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന നമ്മുടെ APO ട്രെയിനിമാരുടെ ഒരു ടീമും മറ്റ് ജയിൽ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ടീമുമായിട്ടാണ് ഒരു പ്രദർശന മാച്ച് ഇവിടെ സംഘടിപ്പിക്കുന്നത്. അതിന്റെ ഉദ്ഘാടനവും വകുപ്പ് മേധാവി ബോർഡ് സെർവ് ചെയ്തുകൊണ്ട് തന്നെ ഉദ്ഘാടനം ചെയ്യണം എന്നാണ് എന്റെ എളിയ അപേക്ഷ. അദ്ദേഹത്തിന് ഏറെ ബഹുമാനത്തോട് ആദരവോടുകൂടി ഞാൻ ഇതിന്റെ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ക്ഷണിക്കുകയാണ്. വേദിയിലിരിക്കുന്ന വിശേഷ അതിഥികൾ, നമ്മുടെ DIG ഹെഡ്ക്വാർട്ടറും പിന്നെ സത്യരാജ് DIG സൗത്ത് സോണും, മിസ്റ്റർ ശ്രീധർ റീജിയണൽ ഓഫീസ് ഹെഡ് ഓഫീസർ ഫ്രോം ബാങ്ക് ഓഫ് ബറോഡ, സാൻലി മാഡം, LBS സ്കൂളിലെ പ്രിൻസിപ്പലും, നമ്മുടെ സെൻട്രൽ പ്രിസൺ സൂപ്രണ്ടന്റ് സജി ജോർജ്, ഡിസ്ട്രിക്ട് ജയിൽ സൂപ്രണ്ടന്റ്, ഇവിടെ സന്നദ്ധരായ എല്ലാവരും, അന്ത്യവാസികളും, ഇത് വളരെ വിശദമായി DIG സൗത്ത് സോൺ സംസാരിച്ചു കഴിഞ്ഞു. അതുവേണ്ടി അതുവരെ ഞാൻ കിടക്കുന്നില്ല. പക്ഷെ കഴിഞ്ഞ വർഷം നമ്മുടെ കണ്ണൂരിലെ ഈ കായിക ആദ്യമായി സ്റ്റേറ്റ് മീറ്റ് തുടങ്ങുമ്പോൾ തന്നെ അവസാനിക്കുമ്പോൾ ദിവസം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അതില് അടുത്ത വർഷം ത്രിവേന്ദ്രമിൽ തന്നെ ഉണ്ടാവും, അങ്ങനെ അവിടെ തന്നെ പ്രഖ്യാപിച്ചിട്ടാണ്. ആ സമയം ത്രിവേന്ദ്രമില് നമുക്ക് ഇരിക്കാൻ പോലെ എവിടെയെങ്കിലും ഇനോഗ്രേഷനിലെ പോലെ ഒരു ചെറിയ ഗ്രൗണ്ട് ഇല്ലാത്ത സാഹചര്യമുണ്ടായിരുന്നു. പക്ഷെ ഈ കഴിഞ്ഞ 10 മാസമില് 8-9 മാസമില് ഈ ട്രിവേൻഡ്രം സെൻട്രൽ പ്രിസണിലെ ഉദ്യോഗസ്ഥരും അന്തേവാസികളും ജോലിക്കാരും എല്ലാവരും വളരെ ഒരു താല്പര്യം എടുത്തിട്ട്, ഒരു ചലഞ്ച് പോലെ എടുത്തിട്ട് ഇത് ഒരു നല്ല രൂപത്തിൽ ഒരു ചെറിയ നമ്മുടെ മിനി സ്റ്റേഡിയം ഇല്ലെങ്കിൽ മിനി ഗ്രൗണ്ട് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് തുടക്കമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഭാവിയിലേക്ക് ഇത് ശരി ഗാലറിയിലെ ഇംപ്രൂവ്മെന്റ് ആവും പതുക്കെ ഇവിടുത്തെ എല്ലാവർക്കും അധ്വാനിക്കണം. അതുവേണ്ടി ഇതില് പങ്കെടുത്തിട്ട് എല്ലാവരും ഉദ്യോഗസ്ഥർ മുതൽ അന്തേവാസികൾ എല്ലാവരും ഞാൻ അഭിനന്ദിക്കുകയാണ്. പിന്നെ നമ്മുടെ ഈ ഒരു ഞാൻ പറയുന്ന നമ്മുടെ ഉദ്യോഗസ്ഥർക്ക് വേണ്ടിയാണ് ഇതെല്ലാം പരിപാടി. പക്ഷെ ഇപ്പോൾ ട്രിവേൻഡ്രമിലെ ജയിൽ കമ്പൗണ്ടിലെ ഉള്ളിലെ സംഗതിയായി കഴിഞ്ഞാൽ ഒരു അന്തേവാസികൾക്കും വേണ്ടി അവർക്ക് ഒരു ചെറിയ ഒരു വെൽഫെയർക്ക് വേണ്ടി ഭാഗമായി ഇവിടെ ഉള്ളിൽ ഏതെങ്കിലും ഒരു ബാഡ്മിന്റൺ ടൂർണമെന്റിലും വോളിബോൾ ടൂർണമെന്റ് അന്തേവാസികൾക്ക് വേണ്ടി വേണം. അത് അന്തേവാസികളിലും തന്നെ ഈ വർഷം തന്നെ അവിടെ ഉണ്ടാവണം ടൂർണമെന്റ് അവർക്ക് വേണ്ടി. ഇതിന്റെ ഉള്ളിലെ താമസിക്കുന്ന ഇഷ്ടം പോലെ 400-500 ആൾക്കാരുണ്ട്. അതിൽ അവിടെ തന്നെ കുറച്ച് ടീം ഉണ്ടാക്കിയിട്ട് ഇവിടെ തന്നെ ചെയ്യാൻ പറ്റും. കാരണം അവർക്ക് മാനസികമായ പ്രയാസങ്ങൾ, അവർക്ക് ഒരു ജീവനിലെ ഈ കായിക പരിപാടി ജയിലിന്റെ ഉള്ളിൽ തന്നെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതിൽ ഫലപ്രദമായി അവർക്ക് ഉപയോഗം ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് പിന്നെ നമ്മുടെ ഈ ചെറിയ നമ്മുടെ മിനിസ്ട്രിയൽ സ്റ്റാഫും ഇഷ്ടം പോലുണ്ട് തൊട്ടടുത്ത കമ്പൗണ്ടില്. അവർക്ക് ചെറിയ അവിടെ തമ്മിൽ ഏതെങ്കിലും ഒരു ബാഡ്മിന്റൺ ടൂർണമെന്റോ അല്ലെങ്കിൽ ഏതെങ്കിലും കായിക മേള പോലെ ചെയ്യാൻ പറ്റും. സ്റ്റേറ്റ് മീറ്റ് കൂടാതെ അവർക്ക് ഏതെങ്കിലും കുട്ടികൾക്ക് വേണ്ടി സംഘടിപ്പിക്കാൻ പറ്റും. ആ ഒരു കൾച്ചറിലേക്ക് വരുമ്പോൾ ഇത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. മേഡം, താങ്കൾക്ക് ഒരു ഗ്രൗണ്ട് വലിയ നല്ല ഗ്രൗണ്ടാണ് തൊട്ടടുത്ത് നമ്മുടെ കമ്പൗണ്ടില്. ചിലപ്പോൾ ആ ഗ്രൗണ്ടും നമുക്ക് ഒരു സൗജന്യമായി കൊടുക്കണം. നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥർക്ക് വേണ്ടി ഏതെങ്കിലും പരിപാടിക്ക് വേണ്ടി കൊടുത്തിക്കഴിഞ്ഞാൽ ഇത് നല്ലതാവും. ഇപ്പോ മൊത്തം ഇന്ത്യയിലെ ഒരു ഫിറ്റ് ഇന്ത്യ, ഖേലോ ഇന്ത്യ, ഒരു സ്പോർട്സിൽ വളരെ സജീവമായി ഒരു കൺസെൻട്രേഷൻ ഉണ്ട്. അതിന്റെ ഭാഗമായി നമ്മുടെ ചെറുപ്പക്കാർ മുതൽ കുട്ടികൾ മുതൽ ഇവിടെ ഇഷ്ടംപോലെ ഫാമിലി താമസിക്കുന്നുണ്ട്. അവർക്ക് കുട്ടികൾക്ക് വേണ്ടി ചെറിയ സ്ഥലം കിട്ടും. UP ജിംസ് ഉണ്ട്, ഇതെല്ലാം അതിൽ വരുത്തിക്കാൻ വേണ്ടി. ഈ 2-3 കാര്യങ്ങൾ എനിക്ക് മാത്രമേ പറയാനുണ്ട്. ഇത് ഭാവിയിലേക്കും നന്നായി വരട്ടെ, അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വീണ്ടും പുറത്തോടെ ഞാൻ അഭിനന്ദിക്കുന്നുണ്ട്. നന്ദി, നമസ്കാരം.
തിരുവനന്തപുരം സിക്ക ടീമും സെൻട്രൽ പ്രസിഡന്റ് ടീമും കളിക്കുന്ന ആദ്യ മാച്ച്, കളിക്കളത്തിലെ ആദ്യ മാച്ച് ബഹുമാനപ്പെട്ട വകുപ്പ് അധ്യക്ഷൻ ബോള് സെർവ് ചെയ്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്യും. ഇതിലേക്കായി അവരെയും കളിക്കളത്തിന്റെ സൈഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സെന്റർ ഫോർ സ്പോർട്സ് ആൻഡ് ഗെയിംസ് കളിക്കളത്തിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട വകുപ്പ് അധ്യക്ഷൻ ബോൾ സെർവ് ചെയ്തുകൊണ്ട് നടത്തുന്നു. ഉദ്യോഗസ്ഥരെ മല പോലെ നിന്നിരുന്ന ഒരു സംഭവം, ഏകദേശം ആ ഹൈറ്റിൽ നിന്നിരുന്ന പ്രദേശത്ത് ഒരു JCB പോലും ഇല്ലാതെ നമ്മളെ അദ്ദേഹം ഉദ്യോഗസ്ഥരുടെ പ്രയത്നം ഇതുകൊണ്ട് വലിയൊരു മലയെ ഇതുപോലൊരു നല്ലൊരു കളിക്കളമായിട്ട് മാറ്റി എടുക്കാനായിട്ട് സാധിച്ചു. എത്രയോ ദിവസത്തെ അധ്വാനമാണ് അവിടെ, എനിക്കൊന്ന് ഒരു വർഷത്തിന് മേലുള്ള അവിടെ കായിക അധ്വാനത്തിന്റെ ഫലമാണ് ഇങ്ങനെ ഒരു കോർട്ട് ഇവിടെ നല്ല രീതിയിൽ ഉണ്ടായിരിക്കുന്നത്. അതിന് ഉദ്യോഗസ്ഥരോടും അന്തേവാസികളോടും പ്രത്യേകം നന്ദി പറയുന്നു. സൂപ്രണ്ട് അവർക്ക് അന്തേവാസികൾക്ക് പ്രത്യേകമായിട്ട് സൂപ്രണ്ടിന്റെ കയ്യിൽ കൊണ്ട് രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കും. അത് അവർക്ക് കൊടുക്കണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. പിന്നെ ഇതിപ്പോ ഉദ്യോഗസ്ഥന്മാർക്കും അവരുടെ ഫാമിലിക്കും ഇവിടുത്തെ കുട്ടികൾക്കും പിന്നെ അന്തേവാസികൾക്കും എല്ലാം നമുക്കിത് പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും. സാധാരണ പറഞ്ഞ പോലെ സത്യായി പറഞ്ഞ പോലെ മാനസികമായിട്ട് ഒത്തിരി ടെൻഷൻ അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ ഉദ്യോഗസ്ഥര്, നമ്മളെല്ലാവരും തന്നെ. അപ്പൊ ഈ കായികമായ ഒരു പ്രാക്ടീസിലൂടെ അവർക്ക് ആ ടെൻഷൻ കുറയ്ക്കാനും നമ്മുടെ ഈ ജോലി കുറെ കൂടി സുഖമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിന് എല്ലാവിധ ആശംസകളും നൽകുന്നു. ബാംഗ്ലൂർ റീജിയണൽ ഹെഡ് ശ്രീനിവാസ് സാറിന് രണ്ട് വാക്ക് സംസാരിക്കാൻ വേണ്ടി on the dais, as well as respected invitees. Bank of Baroda, you all know that it is the second largest public sector bank and having a customer base of around 17 crore, having a business of around 25 lakh crores. This is the second largest public sector bank, and we heartfully say thanks to the higher police officials to give an opportunity to us
to be participate in this whatever the service to the police officials who are always in 24/7 in public services. Thank you so much, sir, for giving an opportunity. I have to thank my zonal head Srijit sir, Kottarathal sir. Sir has, at our request, sir has come here and has seen this one, and sir has accepted our request and also helped us in getting this project approved and finishing this one. Thank you all. Thank you for giving the opportunity. നമസ്കാരം. സാറ് പറഞ്ഞതുപോലെ നമ്മൾ ഈ ഒരു സംരംഭത്തിന് തുടക്കമിടുകയും പോലീസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് സംഘടനയുടെ ഒരു കൊളാബറേഷൻ തുടങ്ങുന്നതിന് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ഇത് വഹിച്ച ആളാണ് ഞങ്ങളുടെ ജനറൽ മാനേജർ ശ്രീ ശ്രീജിത്ത് കൊട്ടാരത്ത്. അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തിന് ഇന്നിപ്പം ഈ ഒരു ഇതിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഒരു ബോർഡ് മീറ്റിംഗ് ഉണ്ട് ബേക്കലില്. അപ്പം അത് കാരണം അദ്ദേഹത്തിന് വരാൻ പറ്റിയിട്ടില്ല. അദ്ദേഹം ഈ പ്രദേശം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ആദ്യം കണ്ടിട്ടുണ്ട്. ജസ്റ്റ് സാറ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്നു. കാരണം ഇവിടെ എത്രത്തോളം ഡെവലപ്ഡായി, എത്രത്തോളം ഇത് വളരെ മനോഹരമായിട്ട് ഈ ഇൻസ്ട്രുമെന്റ്സും എല്ലാം വെച്ചിട്ട് എത്ര നന്നായിരിക്കുന്നു എന്നുള്ളത് സാറും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ വളരെയധികം സന്തോഷമായിരുന്നേനെ. വേദിയിലിരിക്കുന്ന എല്ലാവർക്കും നിങ്ങൾക്കും എല്ലാം ഈ അവസരത്തിൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുമായിട്ട് ബാങ്കുകളുടെയായിട്ട് ഇൻക്ലൂഡിംഗ് മാഡം, LBS പ്രിൻസിപ്പൽ മാഡം, ഇനിയും അങ്ങോട്ടും തുടർന്നും ബാങ്കുകളുടെയായിട്ട് എല്ലാ സഹകരണങ്ങൾക്കും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. താങ്ക് യു സോ മച്ച്. സെന്ററിന്റെ പ്രിൻസിപ്പൽ സ്മിത മോഹൻ മാഡം ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ എല്ലാവിധ പ്രോഗ്രാമിലും അവരുടെ ഒരു സപ്പോർട്ടുണ്ട്. അവരുടെ ഏത് പ്രോഗ്രാമിലും നമ്മളും സഹകരിക്കാറുണ്ട്. മാഡത്തിന് 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. ഇതിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, ഉദ്യോഗസ്ഥർ, അന്തേവാസികളെ, ഈ ഒരു ഗ്രൗണ്ട് കാണുമ്പോൾ തന്നെ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന കഠിനാധ്വാനം തീർച്ചയായും മനസ്സിലാവുന്നു. ഈ ഒരു ഗ്രൗണ്ട് അതിന്റെ ഒരു ഉദ്ദേശശുദ്ധിയോടുകൂടി ഈ കളിക്കളം എല്ലാ അർത്ഥത്തിലും എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചതിന് ഞാൻ നന്ദി അർപ്പിക്കുന്നു. മുമ്പ് സാറ് പറഞ്ഞതുപോലെ സഹോദര സ്ഥാപനം ആണ്. ഞങ്ങൾ തൊട്ടടുത്ത ഒരു മതിലിന് അപ്പുറത്തും ഇപ്പുറത്തുമാണ് LBSഉം സെൻട്രൽ പ്രിസണും. അവിടെ നിൽക്കുമ്പോൾ എപ്പോഴും ഞങ്ങൾ സംസാരിക്കാറുള്ളതാണ്. ഈ ഒരു കളിക്കളം ഉദ്ഘാടനത്തിന് വരുന്നത് തന്നെ ഈ ഒരു രീതിയിൽ എന്തെങ്കിലും രീതിയിൽ ഈ കളിക്കളം ഞങ്ങളുടെ കുട്ടികൾക്കും കൂടെ ഒരു സപ്പോർട്ട് ആവണം എന്നുള്ള ഒരു ആഗ്രഹത്തോട് കൂടിയിട്ടാണ്. അപ്പൊ അതില് ഈ ഒരു കളിക്കളത്തിന്റെ ഇതിന് എല്ലാവരേക്കും ഞാൻ എല്ലാ കാര്യങ്ങൾക്കും ആശംസകൾ അർപ്പിക്കുന്നു. നന്ദി. ഈ ചടങ്ങിലെ വിശിഷ്ട വ്യക്തികളെ, ഇന്ന് ഈ ഒരു ദിവസത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അപൂർവമായിട്ടുള്ള ജീവിതത്തിൽ എന്നും ഓർക്കാവുന്ന ഒരു ദിവസമാണ്. ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു കളിക്കളം നമുക്ക് വേണ്ടി ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഈ ഒരു ചടങ്ങിൽ ഈ ഗവൺമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും നമുക്ക് വേണ്ടി സംസാരിക്കുകയും ഈ ഒരു മാച്ചിന്റെ ഉദ്ഘാടനമൊക്കെ നിർവഹിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട വകുപ്പ് അധ്യക്ഷൻ അവർക്ക് ഇവിടെ സംബന്ധിച്ചിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഉള്ള ആർദ്രമായ നന്ദി. അതുപോലെ ഈ ഒരു പ്രവർത്തനങ്ങൾക്കെല്ലാം പറഞ്ഞ് പ്രവർത്തിച്ച ഈ ഒരു കളിക്കളം ഇവിടെ യാഥാർത്ഥ്യമാക്കിയ സൗസോൺ DIGയും ഡയറക്ടറുമായ ശ്രീ D. സത്യരാജ് സാറിനും നന്ദി അറിയിക്കുന്നു. ഈ ചടങ്ങിൽ സംബന്ധിക്കുകയും സംസാരിക്കുകയും നമുക്ക് വേണ്ട പിന്തുണകളൊക്കെ നൽകുകയും ചെയ്തിട്ടുള്ള ആസ്ഥാന കാര്യാലയം DIG ശ്രീ K. വിനോദ്കുമാർ അവർക്കും നന്ദി അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ പ്രവർത്തനം കഴിഞ്ഞ 1-2 വർഷക്കാലമായി വിവിധ പ്രവർത്തനങ്ങൾ നമ്മുടെ കഴിഞ്ഞ പ്രസംഗിച്ചതുപോലെ ഈ ഒരു കളിക്കളം എന്ന ഈ ഒരു പദ്ധതിയിലൊക്കെ പിറകിൽ നമുക്ക് നമ്മളോടൊപ്പം പ്രവർത്തിക്കുന്ന നമുക്ക് വേണ്ട സാമ്പത്തികവും ഒക്കെ ആയിട്ട് സഹായം ചെയ്തുകൊണ്ടിരിക്കുന്ന ബാങ്ക് ഓഫ് ബറോഡയുടെ റീജിയണൽ ഹെഡ് ശ്രീ ശ്രീനിവാസ് സാർ, അതുപോലെ ഡെപ്യൂട്ടി സ്റ്റാലിൻ മേനം, അവർക്കും ഞങ്ങൾക്കുള്ള അതേവിധമായ നന്ദി അറിയിച്ചു കൊള്ളുന്നു. നമ്മുടെ തൊട്ടടുത്ത സ്ഥാപനമായിട്ടുള്ള LBS കോളേജിന്റെ പ്രിൻസിപ്പൽ ശ്രീരാമോൾ മേഡത്തിനും നന്ദി അറിയിക്കുന്നു. അതുപോലെ ഈ ചടങ്ങിൽ സ്വാഗതം പറയുകയും ഈ ഒരു പ്രവർത്തനത്തിന് ഇതിന് എല്ലാ വിധത്തിലുള്ള
മുൻകൈ എടുത്തുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സെൻട്രലിന്റെ സൂപ്രണ്ട് സജീവ് അവർക്കും ഈ ഒരു ചടങ്ങിന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. അതുപോലെ ഈ ഒരു ചടങ്ങിൽ സംബന്ധിച്ച ജില്ലാ ജയിലിലെ സൂപ്രണ്ട് ശ്രീ വിനോദ് ജോർജ് അവർക്കും നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ വ്യവസായകാര്യത്തിലെ ഫിനാൻസ് ഓഫീസർ, അക്കൗണ്ട്സ് ഓഫീസർ, പ്രോഗ്രാം ഓഫീസർ തുടങ്ങി ഇവിടെയുള്ള എല്ലാ ഉദ്യോഗസ്ഥർക്കും ഞാൻ നന്ദി പറയുന്നു. അതുപോലെ നമ്മുടെ മാധ്യമപ്രവർത്തകർ ഈ ഒരു പദ്ധതി അവരുടെ ഒരു പിന്നോട്ട് കൂടി കൊണ്ടാണ് വിജയമാകുന്ന അവരെ എല്ലാവരെയും ഞാൻ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ നമ്മുടെ വിരമിച്ച ചില ഉദ്യോഗസ്ഥരുടെ വന്നിട്ടുണ്ട്, അവർക്കും നന്ദി പറയുന്നു. അതുപോലെ നമ്മുടെ ഇതിന് ഏറ്റവും അധികം അധ്വാനം നടത്തിയിട്ടുള്ള പ്രിയപ്പെട്ട അന്തേവാസികൾ അവർക്കുള്ള നന്ദി അറിയിക്കുന്നതുപോലെ ഇവിടെയുള്ള എല്ലാ ആളുകൾക്കും ഞാൻ ആരെങ്കിലും പറയാൻ വിട്ടുകൊടുക്കുന്ന അവരെല്ലാവരും ഉൾപ്പെടുത്തുന്ന കൂടിയുള്ള മുഴുവൻ ആളുകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഈ ഒരു ചടങ്ങ് ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു. നന്ദി. തമ്മിൽ കേരളത്തിൽ ആദ്യ മത്സരം അരങ്ങേറുന്നു. ഈ മത്സരം നമുക്ക് വേണ്ടി നിയന്ത്രിക്കുന്നത് ബഹുമാനപ്പെട്ട ജോസ്, ബഹുമാനപ്പെട്ട ആർഎംസി തുടങ്ങിയ മികച്ച അധ്യാപകരാണ്. ഇതിനെ സ്പോർട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സെക്രട്ടറി ടീമും അതുപോലെ ഫിഫ ടീമും തമ്മിലുള്ള ഈ ഒരു പ്രദർശന മത്സരം 3 ആളുകൾ വീക്ഷിക്കുന്നതിന് കൂടി അഭ്യർത്ഥിക്കുന്നു. അതുപോലെ നമ്മുടെ ദക്ഷിണ മേഖലാ പ്രസിഡന്റ് മീറ്റിന്റെ ഉദ്ഘാടനം 16-ാം തീയതി രാവിലെ സെൻട്രൽ ജയിൽ ആസ്ഥാനത്തിലെ വാർത്തകളാണ് നമ്മൾ ഈ കണ്ടതും കേട്ടതുമൊക്കെ. എനിക്കൊരു അഭിപ്രായമുണ്ട്. കാരണം ഇതിപ്പോ സ്റ്റാഫുകൾക്ക് വേണ്ടിയുള്ള ഒരു സെറ്റപ്പ് ആയിരുന്നു ഇവിടെ ചെയ്തത്. പക്ഷെ അല്ല, DGP അദ്ദേഹം ഓർമ്മിപ്പിച്ചു അന്തേവാസികൾക്ക് കൂടി കളിക്കുവാനുള്ള ഒരു സൗകര്യം ഒരുക്കണമെന്നൊരു നിർദ്ദേശം വെച്ചു. അതിനോട് യോജിക്കുന്നു. എന്തായാലും പിരിമുറുക്കവും പ്രഷറും ടെൻഷനൊക്കെ അനുഭവിക്കുന്ന ജയിൽ ഉദ്യോഗസ്ഥർക്ക് ഈ ജയിൽ വകുപ്പ് എടുത്ത ഈ തീരുമാനം നല്ലതാണ്. ആ തീരുമാനത്തെ പ്രശംസിക്കുന്നു. ഒപ്പം മാനസിക വ്യത അനുഭവിക്കുന്ന, അതായത് അന്തേവാസികൾ കുറ്റവാളികളാകും, ചിലപ്പോൾ പെട്ടുപോയതായും, അപ്പൊ അവർക്ക് കൂടി ഒരു സൗകര്യം ഒരുക്കണമെന്ന ഒരു അഭിപ്രായം കൂടി. അപ്പോ സെൻട്രൽ പ്രിസൺ കറക്ഷണൽ ഹോം, ജില്ലാ ജയിലെ വനിതാ ഓപ്പൺ പ്രിസൺസ് കറക്ഷണൽ ഹോം, ഫ്രീഡം ഫുഡ് യൂണിറ്റ്, ജയിൽ മാനുഫാക്ചറിംഗ് യൂണിറ്റ്, ഗവൺമെന്റ് പ്രസ്, കേരള ജയിൽ എക്സിക്യൂട്ടീവ് ഓഫീസർ അസോസിയേഷൻ. അപ്പോൾ ഇതൊക്കെ സെൻട്രൽ പ്രിസണിനുള്ളിലെ കാഴ്ചകളാണ്. ഇന്ന് ഉണ്ടായ ആ വാർത്ത, അതായത് ഈ ജയിൽ വാർഡന്മാർക്ക്, അത് ജയിൽ ഉദ്യോഗസ്ഥർക്കും അനുബന്ധ ഉദ്യോഗസ്ഥർക്കും ഒക്കെ ഗുണപ്രദമാകുന്ന ഒരു കായിക പരിപാടി ഉദ്ഘാടനം അറിയാം. താങ്ക് യു ഫോർ വാച്ചിങ്.